ശശി തരൂരിൻ്റെ നെഹ്റു കുടുംബ വിമർശനവുമായി ബന്ധപ്പെട്ട് വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിഷ്ണു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാളുകളായുള്ള നെഹ്റു കുടുംബത്തിനോടുള്ള അകൽച്ച അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ രാജ്യം കണ്ട ഭീകരമായ അവസ്ഥയാണ്. സഞ്ജയ് ഗാന്ധി നടത്തിയത് ഭീകരതയാണ്, ഭയാനകമായിരുന്നു രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ കരുതിക്കൂട്ടി തന്നെയാണ് ശശി തരൂർ. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു സർവേയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പിന്തുണ തനിക്കാണുള്ളതെന്ന് പറഞ്ഞ് സംസ്ഥാനത്തിലെ KPCCയെയും കേരളത്തിലെ നേതാക്കളെയും പ്രതിസന്ധിയിലാക്കി. അതിന് പിന്നാലെ ഇപ്പോൾ AICC നേതൃത്വത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്നു. നെഹ്റു കുടുംബത്തിന് നേരെ ആഞ്ഞടിക്കുകയായിരുന്നു തരൂർ. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? സിജു, തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് നാളുകളെ തന്നെ ശശി തരൂർ സ്വീകരിക്കുന്ന നിലപാടുകൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകൾ തന്നെയാണ് ശശി തരൂർ പിന്തുടരുന്നത്. പ്രത്യേകിച്ച് ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ചത് മുതലാണ് ശശി തരൂരും കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള ഒരു അകൽച്ച ശക്തമാകുന്നത്. അതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ ഉൾപ്പെടുത്തുന്നു. പക്ഷേ കോൺഗ്രസ് നേതൃത്വം അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ആ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ എതിർപ്പ് പോലും അവഗണിച്ചുകൊണ്ടാണ് ശശി തരൂർ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വിദേശ പര്യടനത്തിലുള്ള സംഘത്തിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം പോകുന്നത്. പിന്നീട് മോദിയെ പലവട്ടം സ്തുതിക്കുന്ന തലത്തിലേക്ക് ശശി തരൂർ തൻ്റെ ലേഖനങ്ങൾ എഴുതുന്നു. അത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്ന ശശി തരൂർ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഇസ്രായേൽ എംബസി നടത്തിയ ഒരു അത്താഴ് വിരുന്നിൽ പോലും ശശി തരൂർ പങ്കെടുത്തിരുന്നു. അത് കോൺഗ്രസിൻ്റെ യോഗത്തിൽ പോലും പങ്കെടുക്കാതെയാണ് ശശി തരൂർ അത്തരത്തിൽ ഇസ്രായേൽ എംബസി നടത്തിയ വിരുന്നിൽ പോലും പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിൽ ഈ കേരളത്തിൽ കോൺഗ്രസ് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകാൻ VD സതീശനല്ല, താനാണ് യോഗ്യൻ, സർവേ അതാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്നതടക്കമുള്ള ഒരു കാര്യം ശശി തരൂർ ചൂണ്ടിക്കാട്ടിയത്. അതും KPCC നേതൃത്വത്തെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പോലും തുറന്ന് പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ. അത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് ശശി തരൂർ തൻ്റെ ലേഖനത്തിൽ തുറന്നെഴുതുന്നത് ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും അതിരൂക്ഷമായി തന്നെയാണ് ഇത്തരത്തിൽ ലേഖനത്തിൽ ശശി തരൂർ വിമർശിക്കുകയും ചെയ്യുന്നത്. ഇതും കോൺഗ്രസ് നേതാക്കൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ഇന്ന് UDFൻ്റെ നേതൃയോഗം നടക്കുന്നുണ്ട്. അപ്പോൾ ആ നേതൃയോഗത്തിൽ ശശി തരൂരിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഈ മുഖ്യമന്ത്രി പരാമർശവും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള പരാമർശമൊക്കെ തന്നെ ഒരു പക്ഷേ ചർച്ചയായേക്കും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വലിയ തലത്തിൽ ശശി തരൂർ ഒരു അകലം പാലിക്കുന്ന സമീപനം കൂടി സ്വീകരിക്കുന്നു. അതിൽ കോൺഗ്രസുമായി ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് തരൂർ ചെക്കുവെച്ചത്. ഇന്നിപ്പോൾ ദേശീയ നേതൃത്വത്തെ തന്നെ, അതായത് നെഹ്റു കുടുംബത്തെ തന്നെ, അഖിലേന്ത്യാ നേതൃത്വത്തെ തന്നെ ചെക്കുവെച്ചിരിക്കുകയാണ് തരൂർ. അതായത് ഉറച്ചു തന്നെയാണ് തരൂരിൻ്റെ നീക്കങ്ങൾ. ഒന്ന്, ഇന്നലത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സർവേയിൽ പറഞ്ഞത് കേരളത്തിലെ ഒരു നേതാവിനും VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ചിരിക്കുന്ന VD സതീശന് ജനപിന്തുണയില്ല, തനിക്കാണ് ഏറ്റവും കൂടുതൽ ജനപിന്തുണ എന്ന് പറഞ്ഞുകൊണ്ട് ആ ലേഖനം, ആ സർവേ എടുത്ത് Xൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നൽകുന്ന സന്ദേശം കേരളത്തിലെ നേതാക്കൾക്കാണ്. ഇന്നിപ്പോൾ വീണ്ടും ചെക്ക് വെക്കുന്നു AICCക്ക്. അവിടെ ആഞ്ഞ് കടന്നാക്രമിക്കുന്നത് നെഹ്റു കുടുംബത്തെയാണ്, ഇന്ദിരാഗാന്ധിയാണ്, സഞ്ജയ് ഗാന്ധിയാണ്. ഇതിനപ്പുറത്തേക്ക് ഇനിയൊന്നും കോൺഗ്രസിനെതിരെ ആക്രമിക്കാനില്ല. നേരത്തെ തന്നെ തരൂരെടുത്ത നിലപാടുകൾ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. നേരത്തെ ഈ ദൗത്യസംഘ തീരുമാനവുമായി ബന്ധപ്പെട്ട് ആദ്യം സംസ്ഥാനത്തെ KPCC കോൺഗ്രസ് നേതൃത്വം തരൂരിന് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും AICCയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആ പിന്തുണ പിൻവലിക്കുകയായിരുന്നു. ഇപ്പോൾ മൊത്തത്തിൽ എല്ലാ അർത്ഥത്തിലും കേരളത്തിലെ നേതാക്കൾക്കെതിരെ, ദേശീയ നേതൃത്വത്തിനെതിരെ പോകുമ്പോൾ എന്താണ് തരൂർ ഉദ്ദേശിക്കുന്നത്? അവർ ഒരുപക്ഷെ നേതാക്കൾ പറഞ്ഞ പോലെ ഇനി നിങ്ങൾ BJPയിലേക്ക് പൊക്കോളൂ എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം. തരൂരിൻ്റെ പോക്ക് അങ്ങോട്ടേക്ക് തന്നെയാണോ? സിജു, അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തെ ഈ പ്രതിസന്ധിയിലാക്കി നേതാക്കളുമായിട്ട് അല്ലെങ്കിൽ നേതൃത്വവുമായിട്ട് ശശി തരൂർ കൂടുതൽ അകലുന്ന ഒരു സാഹചര്യത്തിൽ BJPയുമായിട്ട് കൂടുതൽ അടുക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂറിലെ ദൗത്യ സംഘവുമായി ബന്ധപ്പെട്ട് പിന്നീട് തരൂർ നടത്തിയ ചില പ്രസ്താവനകൾ, അത് നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുന്ന പ്രസ്താവനകൾ തരൂരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ
അടിയന്തരാവസ്ഥയെ വിമർശിച്ചുകൊണ്ട് നെഹ്റു കുടുംബത്തെ വിമർശിച്ചുകൊണ്ട് തരൂർ എഴുതിയ ലേഖനത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പോഴുള്ളത് ജനാധിപത്യ ഇന്ത്യയാണ് എന്നൊരു കാര്യം ശശി തരൂർ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതായത് ഇപ്പോഴത്തേത് ജനാധിപത്യ ഇന്ത്യയാണ്. ശരി, വിഷ്ണു.